പോർട്രേ. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, ദുൽഖർ സൽമാനോട് പരസ്യം ചെയ്ത ആളാണ്. മകളുടെ ഒരു സപ്പോർട്ടൊക്കെ ഒട്ടുമില്ല. ഒന്നുകിൽ ക്യാൻസർ ആയിട്ട് എനിക്കിരുന്ന് കരയാം, എന്റെ ലൈഫ് ഇവിടെ ഉണ്ടാക്കാം. ഒരു റൈറ്റർ അല്ലെങ്കിൽ ഓതർക്ക് ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ലേ? അതായത് ഒരു ബുക്കിൽ ഏറ്റവും ടച്ച് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവില്ലേ, എഴുതി തീർത്ത് കഴിയുമ്പോൾ അത് സജനെ സംബന്ധിച്ച് എന്തായിരിക്കും? അവരെ പോലെ ആവണം എന്ന് പറയുന്നിടത്ത് അവരെ പോലെ എങ്ങനെ ആവരുതെന്ന് ഇൻ സം പോയിന്റ് അതിനകത്ത് ടച്ച് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ് ഈ ബുക്കിൽ മെൻഷൻ ചെയ്യപ്പെടുന്നത്? പക്ഷെ ആ പേഷ്യൻസിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. ഈവൻ മൈ മദർ ഇസ് ഗോയിങ് ത്രൂ ദാറ്റ് ഫേസ്. ആ ഒരു സമയമാണ് അവരുടെ ലൈഫിലെ ഒരു ടഫസ്റ്റ് ടൈം തന്നെ എന്ന് പറയാം. ഇക്കാക്ക് എന്ത് ഫുഡ് കൊടുക്കും അതിന്റെ ഒരു പാർട്ട് ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ വിൽ ഓൾസോ ഹാവ് ഇറ്റ്. വ്യക്തികളുടെയും ജേർണി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പം പല മേഖലകളിൽ പല രീതിയിലെ കാര്യങ്ങൾ കീഴടക്കുന്നവർ, അവരുടെയൊക്കെ പേഴ്സണൽ യാത്ര എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ വന്ന വഴിയും പഠിച്ച കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. മിസ്സസ് കേരള പേജൻറ്റിൽ ക്രൗൺ വിൻ ചെയ്ത സജന സലീമാണ് ഇന്ന് KL935 നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും വലിയ പ്രൊഫൈലുള്ള ഒരാളാണ്. ഹായ് മാം. ഹലോ. ഹായ്. ഓക്കെ മാം, ഒന്ന് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ പേര് സജന സലീം എന്നാണ്. ഞാനൊരു ബ്യൂട്ടി പാജൻറ്റിലൂടെ, ഒരു ഹൗസ് വൈഫ് ഒരു ബ്യൂട്ടി പാജൻറ്റിലൂടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഒരു ബിസിനസ് ഓൺടർപ്രണർ കൂടിയാണ്. ഓക്കെ, അത് കൂടാതെ ചില ബ്രാൻഡുകളൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നമുക്ക് മേജറായിട്ട് സംസാരിക്കാനുള്ള ജേർണി ഓഫ് മിസ്സസ് കേരളയാണ്. ശരിക്കും എന്താണ് ജേർണി ഓഫ് മിസ്സസ് കേരള? ദ ജേർണി ഓഫ് മിസ്സസ് കേരള എന്ന് പറയുന്നത് സജന സലീം എന്ന് പറയുന്ന എൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിയാണ്. ആ ഒരു ഓട്ടോബയോഗ്രഫിന്ന് അത് എഴുതാനുള്ളൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്, എൻ്റെ ഒരു സ്റ്റോറി പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻസ്പിറേഷനാണ്, ഭയങ്കര മോട്ടിവേഷനാണെന്ന് പറയാറുണ്ട്. സോ ഐ തോട്ട് ലൈക്ക് അത് എന്തുകൊണ്ട് ഒരു ബുക്കാക്കിക്കൂടാ. അതിനോടൊപ്പം തന്നെ മൈറ്റ് ബി സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ലേഡി ഒരു ബ്യൂട്ടി പാജൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് എഴുതുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരുപാട് കാര്യങ്ങളായിട്ട് മാം അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ UAE മാം ഉള്ളത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്, ഈ പേജൻറ്റുകളുടെ ഭാഗമാവുന്നുണ്ട്, ജഡ്ജ് ആയിട്ട് വരുന്നുണ്ട്, ആൻഡ് ഗോ ഗ്രീൻ്റെ ഭാഗമായിട്ട് ബ്രാൻഡുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഇലക്ട്രോ ഗ്രീൻ നോട്ടേഴ്സ്. ശരിക്കും അതുമായിട്ട് എങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു മോഡലിംഗ് കരിയറിൻ്റെ ഭാഗമായിട്ട് പല ബ്രാൻഡ്സുമായിട്ട് നമ്മൾ കൊളാബ് ചെയ്യാറുണ്ട്. ദെൻ ഇതിൽ ഏറ്റവും എനിക്ക് ടു മൈ ഹാർട്ട് എന്ന് പറയുന്നത് DQൻ്റെ കൂടെ ഒരു റോസ് ബിരിയാണി റൈസിൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ശരിക്കും ഇപ്പം എല്ലാവരും, ഇപ്പം ഞാനൊരിക്കലും മോഡലിനടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഏതൊക്കെ പരസ്യങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, എൻ്റെ ആകാംക്ഷ കൊണ്ട് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഉപ്പ് തൊട്ട് കറുപ്പൂരം വരെയുള്ള എല്ലാത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചു. ശരിയായിരുന്നു ആക്ച്വലി. അപ്പോൾ എത്രമാത്രം പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടാവും? ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, വളരെ കുറച്ച് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഗോ ഗ്രീൻ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോ ഗ്രീൻ മോട്ടോഴ്സിൻ്റെ. ദെൻ ദുൽഖർ സൽമാൻ്റെ കൂടെ റോസ് ബിരിയാണി റൈസ്, ദെൻ കൃഷ്ണ തുളസി കപ്പ് സിറപ്പിന്റെ അഡ്വർടൈസ്മെന്റും ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ഓൺ ബ്രാൻഡായ സജാസ് ഡിസൈനർ ബൊട്ടീക്കിന്റെ എല്ലാ പരസ്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യാറ്. അത് ഞാൻ പുറത്ത് കൊടുക്കട്ടെ. ഓക്കെ, അപ്പൊ എന്നാണ് ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു ബുക്ക് എഴുതിയാൽ കൊള്ളാം, ഒരുപക്ഷെ ഒരുപാട് പേർക്ക് അത് ഇൻസ്പിറേഷൻ ആവാൻ സാധ്യതയുണ്ട്, ഒരുപാട് പേർക്ക് അത് ഫ്യൂവൽ ആവാൻ സാധ്യതയുണ്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു തോന്നലുണ്ടായത് എപ്പോഴാണ്? 2017 ഞാൻ മിസ്സസ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൽ ആദ്യമായിട്ട് വരുന്ന പ്യോർലി ഒരു ഹൗസ് വൈഫ്. ഐ എം ഫ്രം എ മുസ്ലിം ഫാമിലി. അപ്പോൾ കുറച്ച് അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളൊരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു ഹൗസ് വൈഫ് ആദ്യമായിട്ടൊരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യുന്ന 2017 ദെൻ അവിടെ നിന്നും എൻ്റെ ജേർണി ഒരു 4 പാജൻസ് ചെയ്തു. എല്ലാത്തിലും സബ് ടൈറ്റിൽ വിൻ ചെയ്തു. മിസ്സസ് കേരളയുടെ ക്രൗൺ വിന്നറാണ്, ടൈറ്റിൽ വിന്നറാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു റെഫറൻസ് നോക്കണമെങ്കിലോ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണമെങ്കിലോ എന്തെങ്കിലും ആ ഒരു പാജൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ നമുക്ക് റെഫറൻസ് ആയിട്ട് സ്ക്രാച്ചിൽ നിന്ന് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ആ ഒരു 4 വർഷത്തെ 4 പാജൻറ്റിൻ്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ
ഒരുപാട് മോഡലിംഗ് കരിയറിലേക്ക് ഒരുപാട് ലേഡീസ് മാരീഡ് വിമൻസ് എസ്പെഷ്യലി വരുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ഹാൻഡ് ബുക്ക് ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. ബേസിക്കലി ദിസ് ബുക്ക് ഇസ് നോട്ട് ഓൺലി ഫോർ മാരീഡ് മീൻസ് പാജന്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ലേഡീസിന് വേണ്ടി മാത്രമുള്ളതല്ല. ഒരു സാധാരണ സ്ത്രീക്കും വായിച്ച് അവർക്ക് അവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണിത്. മാം പറഞ്ഞത് വലിയ ഒരു പോയിന്റ് ആണ്. കാരണം വെച്ചാൽ ഇപ്പൊ ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു കരിയറിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ശരിക്കും പലർക്കും യാതൊരു ഇത് ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ പല പരസ്യങ്ങൾ കാണും, ഇന്ന ഒരു ട്രെയിനിങ് അക്കാഡമി ഉണ്ട്, അതൊക്കെ ഒറിജിനൽ ആണോ ജെനുവിൻ ആണോ എന്നുള്ളതും യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ മാം പറഞ്ഞ പോലെ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഹാൻഡ് ബുക്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. ആൻഡ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ വിചാരിക്കും ഈ ഒരു കരിയറിലേക്ക് എത്തി, അത് ഒട്ടും ഈസി ആയിട്ട് എത്തിപ്പെട്ട ആളല്ല. മാത്രമല്ല ഒരുപാട് സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് ഉണ്ടായിരുന്നതിനും അല്ലേ? അതുണ്ട്. ബിക്കോസ് എന്താണെന്നറിയാവോ, നമുക്ക് യൂഷ്വലി നമ്മൾ അറിയപ്പെടുന്നത് ഏറ്റവും ടോപ്പ് സെലിബ്രിറ്റി ലെവലിലെ ആൾക്കാരെയാണ്. ഓർ എൽസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയില്ല, പേഴ്സൺ ക്യാൻ ബി ഫേമസ് ഇൻ 2 ways. കേൾക്കാൻ പറ്റുന്ന എന്നെ വലിയൊരു ഭാഗ്യമായി ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ദുൽഖർ സൽമാനോട് പരസ്യം ചെയ്ത ആളാണ്. ഓക്കെ, ഒരു ഗ്രൂമിങ്, ബേസിക് ഗ്രൂമിങ് ഒക്കെ ആരെങ്കിലും തരാനുണ്ടായിരുന്നു? നമുക്ക് ഈ പേജന്റിൽ വന്നപ്പോഴാണ് ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, നമ്മുടെ ചപ്പല് പോലും അവിടെ വന്ന സമയത്ത് പുറത്തിടുമ്പോൾ എല്ലാവരും വലിച്ചിട്ടിട്ട് പോവായിരുന്നു. അതുവരെ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം. അല്ല, ശരിക്കും മോഡലിംഗ് ചെയ്യുന്നവരൊരു ഭയങ്കര പ്രൊഫഷണൽസ് അവരെ ഇപ്പൊ ഈ റാംവാക്കിനൊക്കെ നമ്മൾ കോർഡിനേറ്റ് ചില സാധനങ്ങൾ ഹോസ്റ്റ് ചെയ്യാൻ പോകാറുണ്ട്. ഹോസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അവർ ഫുഡ് കഴിക്കാൻ പോകുന്നത് തന്നെ ഭയങ്കര ഒരു ചിട്ടത്തോടുകൂടി ആയിരിക്കും പോകുന്നത്. അവരെ നടപ്പ് നമ്മള് ഇൻഡിപെൻഡന്റ് ആയി എല്ലാ കാര്യങ്ങളും ആ ഒരു ടൈമില് ചെയ്യാൻ പഠിക്കും. സ്ട്രോങ് ആണ്. ആ ഒരു റാമ്പിൽ കയറി ഇറങ്ങുമ്പോൾ തന്നെ വി ആർ ലൈക്ക് വെരി, ഇത്രയും ഓഡിയൻസിനെ നമ്മൾ ഫേസ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു പവർ, വിൽ പവർ വേറെ. മകളുടെ ഒരു സപ്പോർട്ടൊക്കെ ഒട്ടുമില്ല. സത്യം ഞാൻ അവളുടെ സ്കൂളിൽ പോകുമ്പോ അവളുടെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ ഓട്ടോഗ്രാഫ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ക്രൗൺ വിൻ ചെയ്ത സമയത്തൊക്കെ അപ്പൊ ഞാൻ കണ്ടോ, നിന്റെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടോ മുച്ചി ഇതാക്കുന്നത്. ഉമ്മ എന്റെ ഉമ്മ ആണ്. സോ ഐ റിയലൈസ്, ശരി, അവൾക്ക് അവളുടെ ഉമ്മ ആണ്, അതിനപ്പുറം ഞാൻ ആരാണെന്നുള്ളതില്ല. മനസ്സിലായി. എങ്ങനെയായിരുന്നു അതും ഈ ഒരു കരിയറും കൂടി ബാലൻസ് ഉണ്ടാക്കി എന്തായിരുന്നു അതിന്റെ ഒരു ഇക്വിലിബ്രിയം? ആക്ച്വലി നമുക്ക് ഫസ്റ്റ് ഞാൻ ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ആ ഒരു സമയത്ത് ആദ്യം ഞാൻ കുറച്ച് ദിവസം കരഞ്ഞു. ദെൻ ഐ ഹാവ് ഓൺലി 2 ഓപ്ഷൻസ്. ഒന്നുകിൽ ക്യാൻസർ ആയിട്ട് എനിക്കിരുന്ന് കരയാം, എൻ്റെ ലൈഫ് ഇവിടെ ഉണ്ടാക്കാം, ഓർ എൽസ് ഐ ഹാവ് ടു മൂവ് ഫോർവേഡ്. സോ ഐ ഡിസൈഡഡ് ഐ ഹാവ് ടു മൂവ് ഫോർവേഡ്. ഞാൻ മൂവ് ഫോർവേഡ് ആയില്ലെങ്കിൽ എൻ്റെ കുടുംബം എല്ലാം അവിടെ ഒരു വഴിയിൽ അവസാനിച്ചു പോകും. സോ ആ ഒരു ഫ്യൂവൽ എന്നെ ഭയങ്കരമായിട്ടും എന്നെ എംപവർ ചെയ്യിച്ചു. മൈറ്റ് ബി ഒരു പക്ഷേ പഴയ സജ്ജനയ്ക്ക് ഒരിക്കലും ഇത്രയും കഴിവുണ്ടാവില്ല. ആ ഒരു പാജന്റിൽ നിന്ന് കിട്ടിയ പാജന്റിൽ പോയാൽ മാത്രമേ ഒരാൾ ഇതാവുന്നല്ല. പക്ഷെ എനിക്ക് എൻ്റെ മൈ ഓൺ എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു. ഓക്കെ, ഈ ഓരോരോ ടൈറ്റിലുകൾ, ആദ്യത്തെ ടൈറ്റിൽ സബ് ടൈറ്റിൽ വിന്നിങ് എന്നായിരുന്നു? ആ ടൈം എപ്പോഴായിരുന്നു? 2017 മിസ്സസ് ഗ്ലോബലിന്റെ സബ് ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ 2017 അഗൈൻ മിസ്സസ് സൗത്ത് ഇന്ത്യയിൽ അഗൈൻ ആ സബ് ടൈറ്റിൽ വിന്നർ. ദെൻ അഗൈൻ 2017 തന്നെ മലയാളി മങ്ക തൃശ്ശൂർ വെച്ചിട്ടുള്ള ഒരു വലിയൊരു 2000+ ഓഡിയൻസ് ഉള്ള ഒരു ഷോ ആയിരുന്നു. അതിൽ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു. അപ്പോൾ ഭയങ്കര ഓഡിയൻസ് സപ്പോർട്ടായിരുന്നു. അതും എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിരുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് 2017 തന്നെയാണ് അഗൈൻ മിസ്സസ് കേരളയുടെ ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. ഈ 4 pageants in 6 months. 4 pageants in 6 months ആണ് എന്നിട്ട് ടൈറ്റിലും വിൻ ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും ഈ മോഡലിംഗ് കരിയറിലേക്കൊക്കെ വരാനുള്ളത് ഇപ്പൊ ബുക്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഉറപ്പായിട്ട് സാധനം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാൻഡ് ബുക്കായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് പറഞ്ഞു. ശരിക്കും മോഡലിംഗ് കരിയറിലേക്ക് വരാനുള്ള കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് കൊടുക്കാനുള്ള ആദ്യത്തെ ടിപ്പ് എന്താണ്? ആദ്യത്തെ ടിപ്പ് എന്ന് വെച്ചാൽ there are lot of opportunities. പക്ഷെ അതിൽ നല്ലത് ഏതാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോവുക. നമുക്ക് ഫാമിലിയും മോഡലിങ്ങും എല്ലാം ഒരേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. നമ്മുടെ ജീവിതം മോഡലിങ്ങിലേക്ക് മാത്രമായി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലി ഉണ്ടായിന്ന് വരത്തില്ല. സോ ഐ ഹാവ് ലൈക്ക് എനിക്കൊരു പ്രോസസ്സ് ഉണ്ട്. എനിക്കൊരു സ്ഥലത്ത് പോയാൽ ഇത്ര ദിവസം ഞാൻ ആക്ട്രസ് ശ്വേത മേനോൻ, പുള്ളിക്കാരി എൻ്റെ ഷോപ്പിൽ റെഗുലർ വരുന്ന ഒരാളാണ്. അപ്പോൾ ആളെന്നോട് ചോദിച്ചു, സജ്ജന ഇവിടെ പോയിട്ട് പർച്ചേസിന് പോയിട്ട് എന്ന് തിരിച്ചു വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാം ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഹസ്ബൻഡും മോൾക്കും. ആ ഫുഡ്
3 ദിവസത്തേതുണ്ട്. ആ 3 ദിവസം ഫുഡ് കഴിയുന്നതിന് മുന്നേ എനിക്ക് തിരിച്ചെത്തണം. അപ്പോൾ ആള് പറയായിരുന്നു അത് കൊള്ളാലോ സജന പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ശരിക്കും കൂടുതൽ ടൈം ട്രാവലിംഗ് ആയിരിക്കും. അതെ. അപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എഴുതാറുണ്ടായിരുന്നു, അത് നോട്ട് ചെയ്ത് വെക്കുക. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ഇതിന്റെ കറക്ഷൻസ് ഒക്കെ ഫ്ലൈറ്റിൽ ഞാൻ ഉറങ്ങാറില്ല. അപ്പൊ ആ കറക്ഷൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ. എപ്പോഴാണ് ശരിക്കും ഒരു റെസ്റ്റ് ടൈം എന്ന് പറയുന്നത്? അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാറുണ്ടോ? അതായത് ഇപ്പൊ ഷോപ്പ് ഉണ്ട്, അത് കൂടാതെ ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ്സിന്റെ സംഭവം ഉണ്ടാവും, ട്രാവലിംഗ് ഉണ്ടാവും, പർച്ചേസ് ഉണ്ടാവും, വീടിന്റെ കാര്യങ്ങളുണ്ട്. അതിനകത്തൊരു പ്രോപ്പർ മീ ടൈം എടുക്കാറുണ്ടോ, അതോ അത് വേണ്ട ഇങ്ങനെ റൺ ചെയ്തതാണോ സജനിക്ക് ഇഷ്ടം? ബിസി ആയിരിക്കുമ്പോൾ നല്ലതാണ്. ബ്രേക്ക് എടുക്കാറുണ്ടോ എന്ന് വെച്ചാൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് കുറച്ച് എനിക്ക് വേണ്ടി ഞാൻ പണ്ടൊന്നും ടൈം മാറ്റി വെക്കാറില്ല. ഇപ്പം ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കും. കമ്പൽസറി ആയിട്ട് ആ ബ്രേക്ക് വേണം നമുക്ക് ലൈഫിൽ. ഓക്കെ. അപ്പൊ അത് എല്ലാ തിരക്കുകൾക്കിടയിൽ എല്ലാ മാസവും അല്ലെങ്കിൽ അങ്ങനെ എടുക്കാറുണ്ടോ, അല്ലെങ്കിൽ ഒരു എസ്കേപ്പ് ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഈ നമ്മുടെ സജാസിന്റെ റിലേറ്റ് ചെയ്തുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഒരു ബ്രേക്ക് ആണ്. അതല്ലേ, ആ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ബ്രേക്ക് എന്ന് പറയുന്നത് ഈ പാജൻസ് ചെയ്യുന്നത്. എവറി ഇയർ ഈ പാജൻസിന് വേണ്ടി ഈ വരുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ ഗ്രൂം ചെയ്യാൻ വേണ്ടി ഞാൻ വരാറുണ്ട് എവറി ഇയർ. അതെ, ഇഷ്ടമുള്ള ജോലികൾ തിരഞ്ഞെടുത്താണ് ബ്രേക്ക് എടുക്കുന്നത്. അതെ. ഓക്കെ, അതിനകത്താണ് ആനന്ദം കണ്ടെത്തുന്നത്. ഓക്കെ. ഇപ്പൊ UAE-ലാണ് താമസിക്കുന്നത്. ഇപ്പൊ ട്രിവാൻഡ്രം എത്തിപ്പെട്ടതിന്റെ കാരണം? ട്രിവാൻഡ്രം ഞാനിപ്പോൾ മിസ്സസ് കേരള 2024 ഇവന്റിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ ആ ഇവന്റ് കഴിഞ്ഞു. ഓക്കെ. നാളെ ഞാൻ തിരിച്ചു പോകും. ഓക്കെ. അപ്പൊ ഈ ബുക്ക് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന വളരെ യങ് ആയിട്ടുള്ള സജനയിൽ നിന്ന് തന്നെയല്ലേ? അതെ, ഫ്രം ദാറ്റ് വെരി സ്മോൾ സെഷന ടിൽ ഹിയർ ഇതുവരെ ഉള്ളത്. ബിക്കോസ് എനിക്കിതിൽ ആക്ച്വലി പറയാനുള്ളത്, എല്ലാവരും ആഫ്റ്റർ മാരേജ് സ്ത്രീകള് മാറ്റി വെക്കാറുണ്ട് ലൈഫിന്റെ ഒരു വലിയൊരു ഭാഗം ഫാമിലിക്ക് വേണ്ടി. പക്ഷെ അവരുടെ സ്വപ്നങ്ങളോ എല്ലാം മറന്നു പോകാറുണ്ട്. ഇപ്പം ഈ 2024 മിസ്സസ് കേരള ഗ്രൂം ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് കണ്ടസ്റ്റൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്, മാം വി ഫീൽ പ്രൗഡ് ഓഫ് അവർ സെൽഫ്. അവർക്ക് അവിടെ വന്നപ്പോഴാണ് അവർക്ക് സ്വയം ഒരു പ്രൗഡ് ഫീല് കിട്ടുന്നത്. അവരെ ആ ഒരു വാക്ക് കേട്ട് തിരിച്ചു വരുമ്പോൾ എനിക്കുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, ഇറ്റ് മീൻസ് എ ലോട്ട് ഫോർ മീ. ഉറപ്പായിട്ടും. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫയർ ഒരുപാട് പേരിലേക്കും പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഭയങ്കര അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും പറയാൻ. ഈ ബുക്ക് ഇപ്പൊ നമ്മൾ ആളുകളിലേക്ക് എത്താൻ പോകുന്നുള്ളൂ. ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഓട്ടോബയോഗ്രഫി എന്നുള്ളത് പറഞ്ഞു. പിന്നെ അത് ഒരു റൈറ്റർ അല്ലെങ്കിൽ ഓതർക്ക് ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ലേ? അതായത് ഒരു ബുക്കിൽ ഏറ്റവും ടച്ച് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവില്ല എഴുതി തീർത്ത് കഴിയുമ്പോൾ. അത് സജനയെ സംബന്ധിച്ച് എന്തായിരിക്കും? ആക്ച്വലി എൻ്റെ ഗ്രാൻഡ് മദർ വാസ് മൈ റോൾ മോഡൽ. പുള്ളിക്കാരി ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പറയാതെ പോയ കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും പറയും മൈ മദർ ഇസ് മൈ റോൾ മോഡൽ, ഫാദർ ഇസ് മൈ റോൾ മോഡൽ എന്നൊക്കെ പറയുന്ന പോലെ ചില സമയത്ത് എനിക്ക് തോന്നും അവർ ചെയ്ത കാര്യങ്ങൾ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യരുതെന്നാണ് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്. അവരെ പോലെ ആവണം എന്ന് പറയുന്നിടത്ത് അവരെ പോലെ എങ്ങനെ ആവരുതെന്ന് ഇൻ സം പോയിന്റ് അതിലുണ്ട് എനിക്ക്. അതായത് അൺലേൺ ചെയ്യാനാണ് കൂടുതലും പഠിപ്പിച്ചത്. അതെ അതെ. ഓക്കെ. ആൻഡ് മെയിൻ പിന്നെ ഇതിനകത്ത് ടച്ച് ചെയ്ത വ്യക്തികൾ ആരൊക്കെയായിരിക്കും ഈ ബുക്കിൽ മെൻഷൻ ചെയ്യപ്പെടുന്നത്? ബുക്കിൽ മെയിൻലി ഈ രണ്ട് ജനറേഷൻ, മദറും ഗ്രാൻഡ് മദറും, അവരെ കുറിച്ചുള്ള ഒരു റൈറ്റർ ആൻഡ് ഫാമിലി ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഓരോ ട്രബിൾ, അതൊക്കെ ഓവർകം ചെയ്തത്, പേജൻട്രിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഓവർകം ചെയ്തിട്ടുള്ളത്, എവറിത്തിങ് ഇസ് ദെയർ. ലൈക്ക് ആ ഒരു ക്യാൻസർ ആ ഒരു പീരിയഡ് ഗോ ത്രൂ ചെയ്തത്. ദെൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പുറത്തറിയാന്നുള്ളവർക്ക് ആർക്കും, ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് പോലും നോബഡി നോസ്. അപ്പം അതെല്ലാം ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ്. എന്നെ സംബന്ധിച്ച് ഷോക്കിംഗ് ആയത് ശരിക്കും പറഞ്ഞാൽ ഓക്കെ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞാൽ വാപ്പാടെ കാര്യം കൂടെ പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. കാരണം വെച്ചാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ എന്റെ ഭയങ്കര പില്ലറാണ്. കാരണം എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ഞാൻ പുള്ളീനെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങും, പുള്ളി അത് ക്യാരി ചെയ്യും. അതാണ് ശരിക്കും സംഭവിക്കാറില്ല. അപ്പൊ അങ്ങനെ ഒരാളുകൂടെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു സ്ട്രഗിൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. യൂഷ്വലി നമ്മളെപ്പോഴും പേഷ്യൻസിന്റെ ആ ജേർണിയിലൂടെ കടന്നു പോകും. പക്ഷെ ആ പേഷ്യൻസിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോവാറുണ്ട്. ഈവൻ മൈ മദർ ഇസ് ഗോയിങ് ത്രൂ ദാറ്റ് ഫേസ്. ആ ഒരു സമയമാണ് അവരുടെ ലൈഫിലെ ഒരു ടഫസ്റ്റ് ടൈം തന്നെ എന്ന് പറയാം. ഒരുപക്ഷെ അവരെ കെയർ ചെയ്യുന്നതിനിടയിൽ നമുക്ക് സ്വയം നമ്മളെ തന്നെ കെയർ ചെയ്യേണ്ടി വരും. നമുക്കുള്ള മീ ടൈം കിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ആക്ച്വലി ഞാൻ ആ ഒരു സമയത്ത് ഞാൻ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട്. ഇക്കാക്ക് എന്ത് ഫുഡ് കൊടുക്കും അതിന്റെ ഒരു പാർട്ട് ഞാൻ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ വിൽ ഓൾസോ ഹാവ് ഇറ്റ്. ഇല്ലെങ്കിൽ നമുക്ക് അവരെ നോക്കാൻ പറ്റത്തില്ലല്ലോ. പലപ്പോഴും നമ്മൾ അത് ചെയ്യാതെ പോവാറുണ്ട്. ഈ പഴയ ഇപ്പൊ ഒരു 10-15 വർഷം മുമ്പുള്ള സജനയിൽ നിന്ന് ഇപ്പോഴത്തെ സജനയ്ക്കുള്ള മെയിൻ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഐ എം വെരി സ്ട്രോങ്, ഐ എം വെരി ബോൾഡ്. ഓക്കെ.
ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിലും കരിയറിന്റെ കാര്യത്തിലും എല്ലാം വന്ന മേജർ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അന്നത്തെ ഡിസിഷൻസിൽ നിന്ന് ഇന്നത്തെ ഡിസിഷൻസിലേക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായത്? ഞാൻ എപ്പോഴും എന്ത് ഡിസിഷൻ എടുത്താലും മനസ്സിൽ നിന്ന് എടുക്കാറുള്ളൂ. നമുക്ക് ഫ്രം ദ ഹാർട്ട് എല്ലാ കാര്യങ്ങളും എടുക്കാറുണ്ട്. പണ്ടത്തെ സച്ചിനക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പൊ എന്റെ വെരി ക്ലോസ് ആൾക്കാർക്ക് മാത്രം ദേഷ്യം പിടിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാത്ത സമയമൊക്കെ ക്ഷമ എന്ന് പറയുന്നതിന്റെ വാല്യൂ അതിപ്പം ഭയങ്കരമായിട്ട് എനിക്കുണ്ട്. ഇപ്പം നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്താണെങ്കിലും നമ്മൾ എന്തൊരു പ്രതിസന്ധിയിൽ എന്തൊരു പ്രശ്നത്തിൽ നിന്നാലും അവർ വരുമ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ കുറച്ച് കഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ അതിനൊക്കെ ശേഷം പോയിരുന്നു കരയും. ഈ ബൊട്ടിക്ക് തുടങ്ങിയ കാലത്ത് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അതായത് പഴയ സച്ചിനക്ക് അത്ര ക്ഷമയില്ലല്ലോ. പക്ഷെ നമ്മൾ ആ ഒരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം, ഒരു ബിസിനസ് ഓണ്ടർപ്രണർ ആയതിനു ശേഷം ക്ഷമയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഓക്കെ, അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരുപാട് പേജൻസ് വിൻ ചെയ്തു, അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുന്നു, ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, സ്വന്തമായിട്ട് ബൊട്ടിക്ക് നടത്തുന്നു. ശരി, ഇനി സജനെ എനിക്ക് ഉറപ്പാണ് ഇത്ര നേരം സംസാരിച്ചതിൽ നിന്ന് ഇതൊരു ഭയങ്കര ഫയറുള്ള ഒരാളാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇത് ചെറുതായിരിക്കും, ഇനിയുള്ളതായിരിക്കും വലുത്. എന്തായിരിക്കും അത്? ഇനി അങ്ങനെ അറ്റ് പ്രസന്റ് ജേർണി ഓഫ് മിസ്സസ് കേരള തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം, അത് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഒരു മൂവിയിൽ വരണം എന്നുണ്ടായിരുന്നത് അത് ദുൽഖർ സൽമാനിലൂടെ, റോസ് ബ്രാൻഡിലൂടെ. വലിയൊരു ഏറ്റവും എൻ്റെ ഒരു വലിയൊരു ബിഗസ്റ്റ് മൈൽ സ്റ്റോൺ ആക്കി ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ഉറപ്പായിട്ടും അത് ഭയങ്കര ബിഗ് അച്ചീവ്മെന്റ് തന്നെയാണ്. ഞാനിത് ആക്ച്വലി ചോദിക്കാൻ പറ്റുന്നത്, മൂവീസിലൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. ആകെ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമാണ് ഫാമിലിന്ന് മൂവീസ് നോക്കരുത് എന്നുള്ളത്. ബാക്കിയെല്ലാം അതുകൊണ്ടാണ് എന്റെ ഇഷ്ടത്തിനുള്ള കുഞ്ഞു കുഞ്ഞു നല്ല പ്രോജക്ട്സ് ഒക്കെ അഡ്വർടൈസ്മെന്റ് കുറച്ച് സമയം മതിയല്ലോ പോയി ചെയ്ത് വരാൻ. ഓക്കെ, വേണമെങ്കിൽ ഒരു തിരക്കഥയൊക്കെ ആവും. ബുക്കായില്ലേ? ബുക്ക് വരെ ചിലപ്പോ മൈറ്റ് ബി. ഓക്കെ, അപ്പോൾ ന്യൂ ഇയർ ആണ്, ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മുന്നോട്ട് പോകട്ടെ. ഈ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും ഹൈലൈറ്റ്സ് മിസ് ഔട്ട് ആയത് പറയാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്തെങ്കിലും? ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഐ തിങ്ക് വി ഹാവ് കവർഡ് എവരിതിങ്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. കാരണം ഇത്രയും ഫയറോട് കൂടി മുന്നോട്ട് പോകുന്ന ഒരാള്, ഞങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ടോക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനത് ഒരുപാട് കാര്യങ്ങൾ ഇൻസ്പയർഡ് ആവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്ഷമയുടെ കാര്യം പറഞ്ഞില്ലേ, അതിപ്പോ ഓരോ കാര്യങ്ങളുണ്ട് ഉണ്ടായി വരുന്ന, ഓരോന്നും പ്രാക്ടീസ് ചെയ്താണല്ലോ, ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ നമ്മളെ സ്ട്രോങ് ആക്കി ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പകർന്നു തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. Thank you so much. Thank you, Red FM.